ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം കത്തിരിക്ക ഉണ്ടായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. കത്തിരിക്ക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണ വസ്തു അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ കത്തിരിക്കയിൽ ഒരുപാട് വൈറ്റമിൻസുകൾ ഉണ്ട്. അതിന്റെ ഗുണം അറിഞ്ഞാൽ ഒത്തിരി പേര് അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നത്. ഇനി കത്തിരിക്കയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. കത്തിരിക്ക പലർക്കും മാത്രമേ ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറിയാണ്. കാരണം അതിലൊരു ചെറിയൊരു കയ്പുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും അതിന് അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ് കത്തിരിക്ക. ഈ കത്തിരിക്ക നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം വച്ചിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് ഒരു ചെറിയൊരു കളർ വരുന്ന കാണാം. അത് ഇട്ടിരിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് ഒരു തേയില വെള്ളത്തിന്റെ ഒരു ലൈറ്റ് കളർ വരുന്നതായി കാണാം. അത് കത്തിരിക്കയിലെ കറയാണ്. ആ കറ മാറിക്കഴിഞ്ഞാൽ കത്തിരിക്ക വളരെയധികം സ്വാദുള്ളതാണ്. പിന്നെ കത്തിരിക്ക കൂടുതൽ കഴിക്കാൻ ഒരുപാട് മടിയുള്ളവരാണെങ്കിൽ നമ്മൾ കത്തിരിക്ക കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ തോതിൽ പുളി ആഡ് ചെയ്താൽ കത്തിരിക്ക വളരെയധികം രുചിയുള്ളതായിട്ട് തോന്നാം. തലമുടിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്ത്രീകൾക്കും ഇപ്പൊ പുരുഷന്മാർക്ക് തലമുടി വളരെയധികം ഇഷ്ടമാണ് അല്ലെ. തലമുടി ഇടതൂർന്ന് വളരുവാനും ശിരോചർമ്മ രോഗങ്ങളെ ചെറുക്കുവാനും കത്തിരിക്കയ്ക്ക് അപാരമായ കഴിവുണ്ട്. അതുപോലെ തന്നെ ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ചർമ്മം തിളങ്ങുവാനും പ്രായാധിക്യം മൂലമുള്ള ചുളിവുകൾ അകറ്റുവാനും ഇതിലെ വൈറ്റമിനുകളും മിനറൽസുകളും സഹായിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും സ്ട്രോക്ക് ഒരു പരിധിവരെ തടയുന്നതിനും കത്തിരിക്കയ്ക്ക് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കത്തിരിക്ക കഴിക്കുമ്പോൾ ചെറുതായി ഒന്ന് ശ്രദ്ധിക്കുക. ചെറുതായി നല്ല കുറച്ച് വലുതായി തന്നെ ശ്രദ്ധിക്കുക. അതിലെ വിത്തുകൾ പരമാവധി ഒഴിവാക്കി കഴിക്കുക. കത്തിരിക്കയുടെ വിത്തുകൾ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കത്തിരിക്ക കുറച്ച് കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പുകവലി, അതായത് പുരുഷന്മാരിൽ പ്രധാനമായും കാണുന്നതാണ് പുകവലി. ഇപ്പൊ സ്ത്രീകളിലും പുകവലി ചെറിയ തോതിലൊക്കെ വന്നിട്ടുണ്ട്. ഈ പുകവലി അഡിക്ഷൻ അല്ലെങ്കിൽ പുകവലിയോടുള്ള ആസക്തി നമ്മുടെ ശരീരത്തിൽ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന ആ ഒരു ആസക്തി നമുക്ക് കുറച്ച്, പുകവലിയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന ആസക്തി നമുക്ക് കുറച്ച് കുറയ്ക്കുവാനായി കത്തിരിക്ക സഹായിക്കുന്നതായി പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മലബന്ധ സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റുന്നതിനും കത്തിരിക്കയിലെ നാരുകൾ വളരെയധികം സഹായിക്കും. വൻകുടലിലെ ക്യാൻസർ തടയുന്നതിനും കത്തിരിക്ക ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഭാരം കുറയ്ക്കുവാൻ അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി കത്തിരിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇതിന്റെ മാംസളമായ ഉൾഭാഗത്ത് ജലാംശം കൂടുതലായതിനാൽ കൊഴുപ്പ് വളരെ കുറവാണ്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുവാൻ ഇത് വളരെ അധികം സഹായിക്കും. ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അയൺ വളരെ അധികം അത്യാവശ്യമാണ്. എന്നാൽ അയൺ വളരെ അധികം കൂടിപ്പോകുന്നത് ശരീരത്തിന് ദോഷകരവുമാണ്. ശരീരത്തിൽ അധികമുള്ള അയണിനെ പുറന്തള്ളി ഹൃദ്രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ കത്തിരിക്കയ്ക്ക് പ്രത്യേകമായ കഴിവ്. കത്തിരിക്കയിൽ അടങ്ങിയിരിക്കുന്ന സൈറ്റോ ന്യൂട്രിയൻസ് തലച്ചോറിലെ കോശങ്ങൾക്ക് ഒരു ആവരണമായി സംരക്ഷിക്കുകയും പ്രവർത്തനം സുഗമമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാവോ, ശൈത്യകാലത്തിൽ നമ്മുടെ പച്ചക്കറികളിൽ ഏറ്റവും അധികം പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത് കത്തിരിക്ക എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കത്തിരിക്കയിൽ വിറ്റാമിനുകളും ധാതുക്കളും പല പോഷകങ്ങളും ഉയർന്ന അളവിൽ തന്നെ ഉണ്ട്. ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊള്ളൽ, അരിമ്പാറ, ഗ്യാസ്ട്രൈറ്റിസ്, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളിൽ ശമനം നേടുന്നതിനായി കത്തിരിക്ക സഹായിക്കും. തലച്ചോറിന്റെ ആരോഗ്യം നിലനിർത്തുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ ഒഴിവാക്കാനുള്ള കഴിവും കത്തിരിക്കയ്ക്ക് ഉണ്ടെന്ന് ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൗമാരക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നിവർക്ക് കത്തിരിക്ക നല്ലതാണ്. പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം, അമൈനോറിയ, ആന്റിനേനൽ അനീമിയ എന്നിവ നേരിടുവാൻ കത്തിരിക്കയ്ക്ക് പ്രത്യേകമാണ്. കത്തിരിക്കയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ കത്തിരിക്ക വീട്ടിൽ കൃഷി ചെയ്യുന്നതിനോട് യോജിക്കാതിരിക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാം. ഒരുപാട് കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഒരുപാട് വൈറ്റമിനുകളും
പോഷകങ്ങളും മിനറൽസുകളുമുള്ള കത്തിരിക്ക വീട്ടിൽ തന്നെ ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യുന്നത് വളരെ അധികം നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇനിയും വരുന്നതാണ്.